عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസ 133 ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ യശഅ യുദ്ഹിബുകും അയ്യുഹൻ നാസു വയഅതി ബിആഖരീൻ وكان الله على ذلك قديرا. من كان يريد ثواب الدنيا فعند الله ثواب الدنيا والآخرة وكان الله سميعا بصيرا. يا أيها الذين آمنوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. إن يشأ يذهبكم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ നീക്കം ചെയ്യും. ഈ ഭൂമുഖത്തിൽ നിന്ന് തന്നെ നിങ്ങളെ നീക്കം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. പിന്നെ അവൻ ഈ യശഅ യുദ്ഹിബുക്കും അയ്യുഹന്നാസ് എന്നാണ്. അല്ലയോ ജനങ്ങളെ, എല്ലാ മനുഷ്യരെയും സംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധി വിലക്കുകളെയും ജീവിതത്തിൻ്റെ വ്യക്തിഗതമായ രംഗത്ത്, കുടുംബരംഗത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും നമ്മൾ ചേർത്ത് വച്ച് അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്നാണ് നമ്മളോടുള്ള കൽപ്പന. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭൗതികമായ ജീവിതത്തിനും പാരത്രികമായ ജീവിതത്തിനുമുള്ള നേട്ടത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന് ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടാനില്ല എന്നും സുദീർഘമായ ഖുദ്സിയായ ഹദീസിൻ്റെ വിശദീകരണത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇനി ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും പഠിച്ചോ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടും നിങ്ങളതൊന്നും മുഖവിലക്കെടുക്കാതെ അതൊക്കെ ധിക്കാരപൂർവ്വം അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ പല നിയമ നടപടികളും എടുക്കാനുള്ള അധികാരമുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹു അല്ലാത്തതല്ല. അതിൽ ഉത്തമമായൊരു സൃഷ്ടി വിഭാഗമാണ് ആര്? മനുഷ്യ കുലം. അതാണ് അയ്യുഹന്നാസ് എന്ന് സംബോധന ചെയ്തുകൊണ്ട് മനുഷ്യരെ ഒന്നടങ്കം ഉണർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നത് ഈ യശ യുദ്ഹിബുക്കും. ഇനി നിങ്ങൾ അതിനൊന്നും ഒരുക്കമല്ലെങ്കിൽ അവൻ നിങ്ങളെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ നീക്കം ചെയ്യുന്നതാണ്. എന്നിട്ടോ വയഅതി ബിആഖരീൻ, മറ്റൊരു വിഭാഗത്തെ അവൻ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾ ഇവിടെ നിന്ന് തുടച്ചു നീക്കി വേറൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതിന് കഴിവുള്ളവനാണ് ആര്? അല്ലാഹു. ഇതേ ആശയത്തിൽ ഇതിന് സമാനമായ വേറെയും സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും.
അതൊന്നിങ്ങനെയാണ്: സൂറ ഫാത്തിറിലെ 16-17 ആയത്തുകളിൽ അള്ളാഹു അങ്ങനെയാണത് പറയുന്നത്. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും പുതിയ ഒരു സൃഷ്ടി വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയും ചെയ്യും. അതിനും കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. മനുഷ്യവർഗമല്ലാത്ത വേറെ വർഗത്തെയും ആർക്ക് സൃഷ്ടിക്കാം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടിക്കാം. സൂറ മുഹമ്മദിൽ ഇതിന് സമാനമായ ഈ ആശയത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുന്നത് മുഹമ്മദിലെ 38-ാമത്തെ ആയത്തിൽ: وَإِن تَتَوَلَّوْا يَسْتَبْدِلْ قَوْمًا غَيْرَكُمْ ثُمَّ لَا يَكُونُوا أَمْثَالَكُمْ. وَإِن تَتَوَلَّوْا, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സന്മാർഗ പാന്താവിൽ നിന്ന് നിങ്ങൾ മുഖം തിരിഞ്ഞ് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനവിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരമാക്കും. നിങ്ങൾ പോയിട്ട് വേറൊരു സമൂഹം ഇവിടെ വരും. അവരുടെ അവസ്ഥയോ സുമ്മ ലാ യകൂനു അംസാലക്കും, അവരൊരിക്കലും നിങ്ങളെപ്പോലെയുള്ളവരാവുകയില്ല. അതിനൊക്കെ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അതേപോലെ തന്നെ ജിന്ന് വർഗവും മനുഷ്യ വർഗവും. ഈ രണ്ട് വർഗവും തമ്മിൽ ഇപ്പോഴുള്ള ഒരു വ്യത്യാസം എന്താണ്? മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും ധിക്കാരം കാണിക്കാനുള്ള പ്രകൃതം ഇല്ല. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ ഒരിക്കലും ധിക്കരിക്കാതെ അനുസരണക്കേട് കാണിക്കാത്ത ഒരു പ്രകൃതത്തിൽ കഴിയുന്നവരാണ് ആര്? മലക്കുകൾ. മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്ത് ചെയ്യാം? അവർക്ക് അള്ളാഹുവിനെ അനുസരിക്കാനും കഴിയും, അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാനും കഴിയും. അതുകൊണ്ടാണ് ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രണമിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തോ? ഇല്ല. സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കഴിവുണ്ടായത് കൊണ്ടാണത്. അവരെന്താ എല്ലാം എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. മലക്കുകളെല്ലാവരുമോ സുജൂദ് ചെയ്തു. മറ്റേ ആള് ധിക്കരിച്ചു. ആ രണ്ട് പ്രകൃതമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഈ സൃഷ്ടികൾക്ക് നൽകിയവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നിങ്ങളെ മാറ്റി വേറൊരു സമൂഹത്തെ തന്നെ അള്ളാഹു പകരം കൊണ്ടുവന്ന് അവർ ഒരിക്കലും നിങ്ങളെപ്പോലെ ആകാതിരിക്കാനുള്ള പ്രകൃതവും ഒക്കെ നൽകാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ പരമമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആകുന്നു നമ്മുടെ എല്ലാവരുടെയും പരമാധികാരിയായ രക്ഷകൻ. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അവനല്ലാതെ ഒരു വലിയ നിങ്ങൾക്കില്ല, രക്ഷാധികാരിയില്ല. നിങ്ങളുടെ വക്കീൽ ആരാണ്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വകഫാ ബില്ലാഹി വക്കീല, നിങ്ങളുടെ കൈകാര്യകർത്താവായി നിങ്ങൾക്ക് ആര് തന്നെ മതി? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതി. പിന്നെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതിനിടയിൽ ആദ്യവും അവസാനവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ച ഒരു വചനമാണ് വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സൃഷ്ടികളെല്ലാം മനുഷ്യരായ നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകൾ മാത്രമാണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഈ കാര്യമാണ് പറയുന്നത്. വകാനല്ലാഹു അലാ ദാലിക ഖദീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം കഴിവുള്ളവനാകുന്നു. അപ്പോൾ അല്ലാഹു
അവൻ്റെ മശിയത്തനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അവൻ ഫഅാലുൽ ലിമാ യുരീദ്. അള്ളാഹുവിനെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഫഅാലുൽ ലിമാ യുരീദ്. എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അതവൻ ചെയ്തിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ ഹിതത്തിനും അവൻ്റെ ഇച്ഛക്കും അവൻ്റെ ഉദ്ദേശത്തിനും അനുസരിച്ചാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ഈ സൃഷ്ടിലോകത്ത് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ ഉണർത്തുന്നത്. ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അല്ലാഹു വിശദീകരിച്ചു തരുന്നത്. മൻ കാന യുരീദു സവാബദ് ദുനിയാ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയാ വൽ ആഖിറ. മൻ കാന യുരീദു സവാബദ് ദുനിയാ. ഭൗതികമായ പ്രതിഫലമാണ് വല്ലവനും ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, അറാദ യുരീദു എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിച്ചു, ലക്ഷ്യം വെച്ചു. മൻ കാന യുരീദു സവാബദ് ദുനിയ. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഭൗതികമായ പ്രതിഫലമാണ്, നേട്ടമാണ്, ഗുണമാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിൻ്റെ അരികിൽ എന്തുണ്ട്? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടവും പ്രതിഫലവും ഒക്കെ നൽകാനുള്ള കഴിവാർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അതിന് പുറമെ എന്തുമുണ്ട്? പരലോകത്തുള്ള പ്രതിഫലവും അള്ളാഹുവിൻ്റെ അരികിലുണ്ട്. അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. മനുഷ്യന്മാരായ ആളുകൾക്ക്, നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തൊഴിലെടുക്കുകയാണെങ്കിൽ, ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലമായി ഭൗതികമായതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ വല്ലതും കൊടുക്കാൻ കഴിയും? ഇല്ല. തൊഴിലാളികൾക്കാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും, കൂലി കൊടുക്കാൻ കഴിയും, അവരുടെ സർവീസ് അനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ നൽകാൻ കഴിയും, ഇൻക്രിമെൻ്റ് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഭൗതികമായ സംഗതി ഇവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, കൂലി. പക്ഷേ അള്ളാഹുവിൻ്റെ അരികിലുള്ള പ്രതിഫലമോ, അത് എത്ര ചെറിയ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ദുന്യവിയായൊരു ഗുണം പഠിച്ചവൻ അതുകൊണ്ട് നിങ്ങൾക്ക് നൽകും. പാരത്രികമായ, നമുക്ക് അളക്കാൻ കഴിയാത്ത അളവറ്റ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. കൂലിയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ നിയ്യത്തിന് അനുസരിച്ചാണ്. അതുപോലെ തന്നെ കർമ്മങ്ങൾ എത്രമേൽ കുറ്റമറ്റതായിത്തീരുന്നുവോ അതിനനുസരിച്ചാണ് കൂലി പഠിച്ചവൻ കണക്കാക്കുക. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എത്ര കുറ്റമറ്റ രീതിയിൽ ഇത്ഖാനോടുകൂടി, ഇഹ്സാനോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുവോ അതിനനുസരിച്ചുള്ള കൂലി തരും. അതുകൊണ്ടാണ് 10 മുതലാണ് പ്രതിഫലം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എത്രയാണ്? എത്ര മടങ്ങാണ്? 10 മടങ്ങ് മുതൽ 700, 70,000, അനന്തം. അപ്പോൾ പഠിച്ചവൻ പിന്നെ നിശ്ചയിക്കുകയാണ് എത്രയാണ് ഈ അടിമക്ക് കൊടുക്കേണ്ടതെന്ന്. നമ്മുടെ ആ പ്രവർത്തനത്തിൻ്റെ നിഷ്കളങ്കത, നിഷ്കപടത, അതിൻ്റെ തിളക്കം, അതിൻ്റെ മൂല്യം നോക്കി ആര് പ്രതിഫലം നൽകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. ദുനിയാവിലും നൽകുന്നു, ആഖിറത്തിലും നൽകുന്നു. അങ്ങനെ കൂലി നൽകുന്ന ഒരാൾ ആരാണ്? അങ്ങനെ പ്രതിഫലം നൽകുന്ന ഒരാൾ ആരുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മോഹിക്കേണ്ടത് ശരിക്ക് എന്താണ്? ഏതാണ്? അങ്ങനെ കഴിഞ്ഞു പോകുന്ന, അടിച്ചു വീശിയാൽ പാറിപ്പോകുന്ന പ്രതിഫലമാണോ പരമമായി നമ്മൾ ആഗ്രഹിക്കേണ്ടത്? പരലോകം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നാണ്. നമ്മളൊരാളോട് പുഞ്ചിരിക്കുകയാണെങ്കിൽ പോലും, ഒരാളെ അഭിവാദ്യം ചെയ്യുകയാണ് എങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിനൊക്കെ എവിടെ പ്രതിഫലം കിട്ടും? പരലോകത്ത് നമുക്ക് കൂലി തരാണ്. ഒരു മുഅ്മിനിൻ്റെ നേട്ടം അതാണ്, ഒരു വിശ്വാസിക്കുള്ള നേട്ടം അതാണ്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമായി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നതാണ്. നോക്കൂ, ഇതിനു സമാനമായ ധാരാളം ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഈ ദുനിയാവ് തന്നെ ആജില എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ അവൻ നൽകുന്ന നശ്വരമായ ഈ ലോകം, അവിടെ കിട്ടുന്ന നേട്ടം,
അതിനാണ് എന്താ പറയുക, ആജില. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആജില. ആജില എന്ന് പറഞ്ഞാലോ പരലോകത്ത് കിട്ടുന്ന നേട്ടം. അപ്പൊ ഇവിടെ കിട്ടുന്ന നേട്ടമാണ് നിങ്ങൾ കൊതിക്കുന്നത് എങ്കിൽ മൻകാന യുരീദുൽ ആജില, ഈ ദുനിയാവിൻ്റെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഈ ഭൗതിക ലോകത്തെ നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, അല്ലാഹ് എന്ത് തരും? അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഇച്ഛിക്കുന്ന അത്ര വേഗത്തിനത് കൊടുക്കും. ദുനിയാവ് ആഗ്രഹിച്ച ഒരാൾ ചെയ്താൽ പഠിച്ചോൻ കൊടുക്കാതിരിക്കുമോ? കൊടുക്കും. അമലി ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. അതാർക്കും ഉണ്ടാകും അല്ലേ? പണിയെടുത്തവനുള്ള റിസൾട്ട് ഇല്ലേ? കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാവും. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. പക്ഷെ അവന് പരലോകത്തുണ്ടാകുമോ? ഇല്ല. അവൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ പെട്ടെന്ന് കിട്ടണം, ധാരാളം കിട്ടണം. അത് പഠിച്ചോൻ കൊടുക്കും. സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. പരലോകത്തെത്തുമ്പോഴോ അവനത് ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അത് അവനില്ല. പരലോകം അവൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ, അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് കത്തിയെരിയുന്നവനായി പ്രവേശിക്കും. പ്രവേശിക്കുന്നതോ മദ്മൂമൻ, അവൻ അപമാനിതനായിക്കൊണ്ടായിരിക്കും. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കാനാകാതെ അതിൽ പിഴവ് പറ്റി അപമാനിതനായി, മദ്ഹൂറ, അള്ളാഹുവിൻ്റെ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായിക്കൊണ്ടായിരിക്കും അവിടെ അവൻ പ്രവേശിക്കുക എന്നാണ്. നമ്മൾ മദ്ഹൂറായിക്കൊണ്ടല്ല അള്ളാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടത്, മർഹൂമ. എങ്ങനെയായിരിക്കണം? അള്ളാഹുവിൻ്റെ ദിവ്യ കാരുണ്യത്തിന് പാത്രമായിക്കൊണ്ടാണ് നമ്മൾ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തേണ്ടത്. പരലോകത്ത് നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ദുനിയാവിലും പഠിച്ചോണത് തരും, പരലോകത്ത് നമുക്ക് തരും. റസൂലുള്ളാഹി അതാണ് പറഞ്ഞത്, എൻ്റെ അമൽ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗം കിട്ടി എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പിന്നെയോ അതോടൊപ്പം അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞതിനാലാണ് ഈ സ്വർഗമാകുന്ന പ്രതിഫലം എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥന എന്താണ്? അത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം സമഗ്രമായി സമഞ്ജസമായി സമ്മേളിച്ച ഒരു പ്രാർത്ഥനാ വാക്യം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഇവിടെ ഹസനത്ത് വേണ്ടേ? ദുനിയാവിൽ ഹസനത്ത് വേണ്ടേ? എന്നാൽ അത് മാത്രം മതിയോ? വഫിൽ ആഖിറതി ഹസന. ആഖിറത്തിലുള്ള ഹസനത്ത് നൽകണേ റബ്ബേ. ആഖിറത്തിൽ എന്തൊക്കെ ഹസനത്തുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ചേർത്ത് വെക്കുകയാണ്. എന്താണ്? കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നുള്ള രക്ഷയാകുന്ന ഹസനത്താണ് ആദ്യമായി വേണ്ടത്. വഖിനാ അദാബന്നാർ. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഹസനത്തും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹസനത്ത്, അതിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളാൽ ആ ഒരുമിച്ച് കൂടുന്ന സമ്മേളന ദിവസത്തിൽ ഹൗദുൽ കൗസറിൽ നിന്ന് പാനപാത്രത്തിൽ പാനം ചെയ്യാനുള്ള ആ അവസരം ഉണ്ടാകും. റസൂൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ കോരിത്തരുമ്പോൾ അത് വാങ്ങി കുടിക്കാൻ അല്ലേ? അങ്ങനെ ഓരോന്നും നമ്മുടെ നന്മകളും തിന്മകളും തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മകളുടെ തട്ട് കനം തൂങ്ങാൻ ഓരോരുത്തർക്കും ജീവിതരേഖ സമർപ്പിക്കപ്പെടുമ്പോൾ വലത് കൈകൊണ്ട് തന്നെ അത് ഏറ്റുവാങ്ങാൻ, ഇതൊക്കെ അവിടെ നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗലോകത്ത് ഏറ്റവും പരമോന്നതമായ പറുദീസ, അതാണ് അൽ ജന്നത്തുൽ ഫിർദൗസുൽ അഅല. ഇതൊക്കെ ആഖിറത്തിൽ കിട്ടാവുന്ന ഹസനത്താണ്. ഖുർആൻ പഠിപ്പിച്ചു തന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നതാണ്.
എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങളിൽ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവരും. ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാണ് എല്ലാ മനുഷ്യന്മാരും. അതൊന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനമായി ജനിച്ച് മരണപ്പെട്ട മനുഷ്യനടക്കം ഒന്നും വിട്ടുപോകൂല. എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ അള്ളാഹുവിൻ്റെ കോടതി നടപടികൾ പ്രതീക്ഷിച്ച് വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ തലക്ക് മീതെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അവനവൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ കഴുത്തോളം വിയർപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടുത്തെ വാട്ടർ ലെവലൊന്നും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട, വേറെ ലോകമാണ് കേട്ടോ. അതൊക്കെ ഞാൻ വിയർപ്പ് ഇങ്ങനെ ലെവലാക്കുക. ഓരോരുത്തരും കുളിച്ചു നിൽക്കുകയാണ് കഴുത്തോളം. ചിലർ മൂക്കിങ്ങനെ പൊക്കി നിൽക്കും, അങ്ങനെ ഉണ്ടാകും. അരക്കെട്ടോളം വിയർപ്പിൽ, മുട്ടോളം വിയർപ്പിൽ, കണങ്കാലോളം വിയർപ്പിൽ വിയർക്കും എല്ലാവരും. ആകുന്ന വിയർക്കാനിരിക്കുന്ന ലോകമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ നേരത്ത് നമുക്ക് എന്ത് കിട്ടണം? തണൽ കിട്ടണം. അള്ളാഹു നൽകുന്നൊരു ശീതളച്ചായയെക്കുറിച്ച് റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഹസനത്ത്. ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറത്തിൽ കിട്ടാനുള്ള ഹസനത്താണിത്. ഇതൊക്കെ നമ്മൾ ഓർമ്മ വേണം. ആഖിറത്തിലെ ഹസനത്ത് അറിഞ്ഞ് തള്ളിവിടേണ്ടതല്ലത്. ഇതൊക്കെ ഖുർആനിൽ വന്ന ആയത്തുകൾ നമുക്ക് വിശദീകരിച്ചു തന്ന, പ്രവാചകന്റെ സാരോപദേശങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്ന ഈ ഹസനത്തുകളൊക്കെ ആഗ്രഹിച്ച് കൊതിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹിനോട് ആവശ്യപ്പെടണം. 7 ആളുകൾക്ക് എന്തായാലും അള്ളാഹു അത് നൽകും എന്ന് പറഞ്ഞു അല്ലേ? എന്തിനു വേണ്ടി? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അവരിൽ നമ്മൾ അകപ്പെടാൻ ശ്രമിക്കണം. 7 വൻ പാപങ്ങളെ ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്. 7 വൻ പാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ക്ലാസ്സിൽ എത്രയോ നമ്മൾ വിശദീകരിച്ചാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ സംഗതി നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ, ദുനിയാവിൽ എന്നെ ഹസനത്ത് പഠിച്ചോൻ തരും. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിത നടപടികൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ഓഫറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. 2 ഓഫർ പഠിച്ചു. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈമാനോടുകൂടി ആര് അമല് ചെയ്തോ 2 പേർക്കും തുല്യ പ്രതിഫലം പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സ്ത്രീകളാണെങ്കിൽ കൂലി കുറച്ച് കുറവാകും അല്ലേ? ദുനിയാവിൽ അങ്ങനെയല്ലേ? സ്ത്രീകൾക്ക് കൂലി കുറവും. സാലറി അല്ലേ? സാലറി സ്ഥാപനങ്ങൾക്കൊക്കെ അതേമാതിരി തന്നെയാണ്. സ്ത്രീകൾക്ക് ഇവിടെ കുറച്ച് കൂടി കുറവുണ്ടാവും. അങ്ങനെ ഉണ്ട് ചിലയിടങ്ങളിലൊക്കെ. പഠിച്ചവൻ്റെ അരികിലെല്ലാം തുല്യമാണ്. ഈമാൻ ഉണ്ടോ അതിനനുസരിച്ച് ആണിനും പെണ്ണിനും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. എന്താ പഠിച്ചോൻ കൊടുക്കുന്നത്? ഫലനുഹിയന്നഹും ഹയാതൻ ത്വയ്യിബ. ആദ്യം തന്നെ ദുനിയാവിൻ്റെ കാര്യം പറയുന്നത്. ദുആയിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഫിദ്ദുനിയാ ഹസന ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. നല്ല ഒരു ജീവിതം ഈ ദുനിയാവിൽ വെച്ച് നാം അവരെ ജീവിപ്പിക്കുന്ന. ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഒരു സ്ത്രീ മുസ്ലിമത്തായി ജീവിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ സംതൃപ്തി, സമാധാനം, അവർക്ക് ടെൻഷനില്ല, മാനസിക സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ ഇല്ല. ഇതല്ലേ ഈ ദുനിയാവിൽ വേണ്ടത്? എല്ലാവരും പറയുന്നത് ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനമല്ലേ? ഒരു സമാധാനം വേണം. ഓ, എന്തൊരു സമാധാനപൂർണമായ ജീവിതം. ചില ആൾക്കാർ പറയും ഒരു സമാധാനമല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് ടെൻഷൻ വരുന്നു? അള്ളാഹിൻ്റെ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കിയെന്ന് നോക്കിയാൽ മതി.
പറയാൻ പാടില്ല അല്ലേ? പക്ഷെ എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറയണെന്താ? അല്ല, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കൈഫൽ ഹാൽ? എന്തൊക്കെയുണ്ട് വർത്താനം? അങ്ങനെ ഇങ്ങനെ പോണ്. ഒന്ന് ഉഷാറായിട്ട് ചിരിച്ച് സംതൃപ്തിയോടുകൂടി എന്താ അൽഹംദുലില്ലാ നല്ല സുഖം എന്ന് പറയണ്ടേ? ഓരോ ദിവസത്തെയും പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കാൻ സാധിക്കുന്നവനാണ് ആര്? ഒരു വിശ്വാസി അല്ലേ? എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ. എന്തിന്? ഒരു ദിവസം കിട്ടിയില്ലേ? അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണേ തന്നെ. കണ്ണിന് തുറക്കാൻ കഴിഞ്ഞാലേ അടച്ച കണ്ണ് അടഞ്ഞു തന്നെ നിർത്താൻ ആർക്ക് കഴിയും? പഠിച്ചോ കഴിയും. അടച്ച കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ ആദ്യം തന്നെ പറയുന്നത്, ബോധം ഉണ്ടായാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. പിന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ഓരോ സംഗതിയും. അവിടെ ഒക്കെ നമുക്ക് ദുനിയാവിന് വേണ്ടിയുള്ളത് തന്നെയാണ് ആദ്യം. എന്നാൽ അതുകൊണ്ടൊക്കെ എന്തും ചെയ്യും? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഏത് അവസ്ഥയിലാണോ കിടക്കുന്നത് ആ അവസ്ഥക്കൊരു മാറ്റം വരുത്തും. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞാണ് കിടന്നാൽ പിന്നെ എന്ത് ചെയ്യും? തിരിഞ്ഞെടുക്കും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. എഴുന്നേൽക്കാനാണ് എന്ത് ചെയ്തത്? ഉണർന്നത്. അപ്പോൾ എഴുന്നേറ്റാൽ പിന്നെ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്താണോ? 2 കൈയും കഴുകുക. ഒന്നാമത്തെ സുന്നത്ത് അതാണ്. 2 കൈയും കഴുകുക. ഈ ദുആ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സുന്നത്ത്, റസൂലിൻ്റെ സുന്നത്ത് അനുസരിച്ച് എന്താ? 2 കൈയും വൃത്തിയായി കഴുകുക. റസൂൽ അതിനെ പറഞ്ഞു തന്നാൽ എന്താണ്? കാരണം എന്താണോ? നിങ്ങൾ രാപ്പാർത്ത പോലെ ഉറങ്ങിയ പോലെ നിങ്ങളുടെ 2 കൈകളും ഉറങ്ങിയിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് പോയി ഉറങ്ങിയത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല വൃത്തികേടുകളൊക്കെ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം അത് കഴുകണം കേട്ടോ. നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ മാനവകുലത്തെ കൈ കഴുകുന്നത് പഠിപ്പിക്കാൻ എത്ര കോടിക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത് കണക്ക് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ കാര്യമായിട്ട് പഠിച്ചാൽ എന്താണ്? എന്തിനാണ്? കൈയും കാലും മുഖവും അങ്ങനെ കഴുകണം. മനുഷ്യന് പേടിച്ച ഒരു കാലാണ് അല്ലേ? കാര്യമായിട്ട് കൈ കഴുകാൻ നന്നായി നമ്മളൊക്കെ ശരിക്കും പഠിച്ച കൈ കഴുകരുത്. കൈ ഇങ്ങനെ എല്ലായിടത്തും ശരിക്ക് കേട്ടോ, ഒരു ഭാഗം ബാക്കിയാകാതെ നഖത്തിൻ്റെ ഇങ്ങനെ കേട്ടോ. ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യന്. അല്ലാഹുവിൻ്റെ റസൂൽ എത്ര മുമ്പ് ലോകത്തോട് പറഞ്ഞ് പഠിപ്പിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? ഫിദ്ദുനിയ ഹസന. റസൂലിൻ്റെ സുന്നത്ത് ഇത്തിബാ ചെയ്താൽ വഫിൽ ആഖിറത്തി ഹസന. ഒരു ദിവസത്തെ കൂലി അവിടുന്ന് തുടങ്ങാണ്. എന്തിനാ അതൊക്കെ മിസ്സാക്കുന്നത്? അതാണ് ഖുർആനിൽ പറഞ്ഞത്. വലനുഹയ്യന്നഹു ഹയാ ത്വയ്യിബ. ഹയാ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ വെടുപ്പും വൃത്തിയും തന്നെ. ശാരീരിക ശുദ്ധി. ഈമാനിൻ്റെ പകുതിയാണെന്ത്? ശുദ്ധി. അത്വഹൂറു നിസ്ഫുൽ ഈമാൻ, ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് വേറെ ഹദീസ്. ഷത്റുൽ ഈമാൻ. അവിടെ നിങ്ങളുടെ തുടങ്ങാനെല്ലാം. പിന്നെ നോക്കൂ, നിങ്ങൾ അംഗശുദ്ധി വരുത്തുന്നല്ലേ? അംഗശുദ്ധി നിസ്കാരത്തിനല്ലാതെ അംഗശുദ്ധി വരുത്താം. നമ്മൾ ശുദ്ധിയോടുകൂടി ഇരിക്കുക, ഒതുകൂടി ഇരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. വെറുതെ ഒതുക്കേ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അംഗങ്ങൾ, നമ്മുടെ അവയവങ്ങളൊക്കെ ശുദ്ധിയായി നിൽക്കുന്നു. വായു അല്ലേ? വെള്ളം ശരിക്ക് പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ എവിടെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് വെള്ളം. മൂക്കിലൂടെ. ഇവിടെ എ സി ഇല്ല, ഇവിടെ എ സി ഉണ്ടോ? എ സിയിലൂടെ കണ്ടിട്ട് അതിൻ്റെ ഇതുണ്ടാവും, ഫിൽറ്ററില്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാഷ് ചെയ്യണില്ലേ? കഴുകി കൊടുക്കണില്ലേ? എന്താണ്? ആ പൊടി ഇതൊക്കെ പോകാൻ. അതേപോലെ ഒരു സംഗതി നമ്മുടെ മൂക്കിലല്ല വെച്ചിട്ടുണ്ട്. എന്താണ്? അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് നിർബന്ധമായി നമ്മൾ 5 നേരം ഫിൽറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്യുന്നുണ്ട്. ശ്വസിക്കാതൊക്കെ നമുക്ക് കഴിയോ? ഇല്ല.
ഏതേതൊക്കെ വായുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയൊക്കെ നമ്മൾ അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ അല്ലാതെ കയറാൻ പറ്റാത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർക്കാനുള്ള സംവിധാനം അള്ളാഹ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൂക്കിലൊന്ന് വെള്ളം കയറ്റി ചീറ്റണം, ഒന്ന് ശരിയാക്കണം, ക്ലിയറാക്കണം. നമ്മൾ എന്ത് ചെയ്താലും ദുനിയാവിലൊരു നേട്ടം അതുകൊണ്ട് ഉണ്ടാവും. എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിസ്കരിക്കണേ കൊണ്ടില്ലേ, രാവിലെ ഇപ്പോൾ ഈ ആരോഗ്യ കൂട്ടായ്മകളൊക്കെ എക്സസൈസ് എടുക്കുന്നില്ലേ അല്ലേ? അതിൽ ശരിക്കും നമസ്കാരത്തിലൂടെ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നുണ്ട്. റുക്കൂയിൽ കുറച്ചധികം നിന്ന് നോക്കി, സുജൂദിൽ കുറച്ചധികം നിന്ന് നോക്കി. സുജൂദിൽ കിടക്കുമ്പോൾ ബ്ലഡൊക്കെ എങ്ങോട്ടാണ് ശരിക്കും വരുന്നത്? തലച്ചോറിനൊക്കെയാണ് വരികയാണ്. അതിൻ്റെ വേറെ സയൻറ്റിഫിക്കായ വശം വേറെ കുറേ ഉണ്ട്. അപ്പം അള്ളാഹ് നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഗുണകരമായ എന്ത്, അത് ഗുണകരമായതേ പഠിച്ചോ കൽപ്പിക്കുള്ളൂ. എന്ത് നമ്മൾ ചെയ്താലും ദുനിയാവിലൊരു നേട്ടം അതുകൊണ്ടുണ്ട്. നമ്മൾ എന്തും കൂടി ആഗ്രഹിക്കണം, പഠിച്ചോനെ ഇതൊക്കെ നീ കൽപ്പിച്ചതാണ്, നിന്റെ റസൂല് ജീവിതത്തിൽ നടപ്പിലാക്കി മാതൃക കാണിച്ചു തന്നത് ഞങ്ങൾ ചെയ്യുകയാണ്. അതോടുകൂടി എന്തും രേഖപ്പെടുത്തി, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന എന്താണ്? വലനജ്സിയന്നഹും അജ്റഹും. ദുനിയാവ് മാത്രാണോ? അല്ല, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവരുടെ പ്രതിഫലം നാം അവർക്ക് പരിപൂർണമായി നൽകുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ രൂപത്തിൽ അള്ളാഹു പ്രതിഫലം നൽകും. അഹ്സനായ നിലയിൽ പഠിച്ചോ നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. നോക്കൂ, മൻ കാന യുരീദു സവാബദ്ദുനിയാ ഫഇൻദല്ലാഹി സവാബുദ്ദുനിയാ വൽ ആഖിറ. നിങ്ങൾ ഭൗതികമായ നേട്ടവും പ്രതിഫലവുമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ എന്തുണ്ട്? സവാബുദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലെ പ്രതിഫലവുമുണ്ട്, ആഖിറത്തിൻ്റെ പ്രതിഫലവുമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. വഖിന എന്ന് പറഞ്ഞ അർത്ഥം നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വഖായഖി, വഖായഖി എന്ന് പറഞ്ഞാൽ കാത്തു രക്ഷിച്ചു എന്നതാണ് കേട്ടോ. അതിൻ്റെ വെർബ് അങ്ങനെയാണ്. വഖാ അതിൻ്റെ മാളി, അതിൻ്റെ മുദാരി യഖി, വഖാ യഖി. അതിൻ്റെ കൽപ്പനാരൂപം അംറുഫെയിൽ എന്ന് പറയും. അതാണെന്ത്? ഖി. ഖി എന്ന് പറഞ്ഞാൽ ഖാഫ് ഇടൂല നമ്മൾ അല്ലേ? അതിൻ്റെ ഇടയിൽ കസറിട്ടാൽ എന്തായി? ഖി എന്നായി. ഫത്ത് ഇട്ടാൽ എന്തായി? ഖ എന്നായി. ലമ്മിട്ടാൽ എന്തായി? ഖു എന്നായി. അപ്പോൾ ഖാഫ് എന്ന അക്ഷരം എഴുതിയിട്ട് ഒരു അടിയിലൊരു വരയിട്ടാൽ അതൊരു വലിയ ആശയമുള്ള ഒരു ക്രിയ കൂടിയാണ് അറബി ഭാഷയിൽ. ഒരൊറ്റ ഹർഫിന് അതിൻ്റെ ആശയം എന്താണ്? ഖി എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ, നീ കാത്തുരക്ഷിക്കണമേ. ആരെ? നാ. നാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ. ഖിന, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചേരാൻ വേണ്ടി വാവ് ചേർത്താണ്. വഖിന അദാബന്നാർ. ക്ലിയർ അല്ലേ? ഈ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആയിൽ അത് വരുന്നുണ്ട് അല്ലേ? വഖിഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിന്നാർ. ദുആയിൽ 2-3 റിവായത്തിൽ അത് വന്നതിൽ ഒരു റിവായത്തിൽ ഇതാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വഅഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദ് വനഖിഹി മിൻ അദനഖ വനഖിഹി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബീദു മിൻ അദൻസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഖിഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിന്നാർ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ നീ കാത്തുരക്ഷിക്കണമേ. ഇത് ഖുർആനിലെ ആയത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏതിൻ്റെ കൂടെ? ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വതന്ത്രമായ പ്രാർത്ഥനയാണ്. പിന്നെ 4-ാമത്തെ റക്അത്തിൽ ഏതുകൂടി വരുന്നുണ്ട് ചില റിവായത്തുകളിൽ: റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ
വഖിനാ അദാബന്നാർ കേട്ടോ. ചില റിവായത്തുകളിലൊക്കെ അങ്ങനെയും കാണാൻ കഴിയും. അല്ലാഹു അഅലം. അപ്പോൾ നോക്കൂ, ഇത് ക്ലിയർ ആയല്ലോ, ഈ ആയത്ത് ക്ലിയർ ആയല്ലോ. വകാനല്ലാഹു സമീഅൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനുമാകുന്നു. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ പരലോകമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിൻ്റെ കൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സപ്പോർട്ടാണെന്ത്? ദുന്യവിയായ നേട്ടങ്ങൾ. അത് അള്ളാഹ് തരും, അവൻ്റെ ഓഫറാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവും ആഖിറത്തും നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഉദ്ദേശം എന്ന് ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മെ അള്ളാഹു ക്ഷണിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കൂനൂ, നിങ്ങൾ ആയിത്തീരുവിൻ. ആരായിത്തീരണം? ഖവ്വാമീന, നിങ്ങൾ നിലനിർത്തുന്നവരായിത്തീരണം. എന്തിനെ നിലനിർത്തുന്നവർ? ബിൽ ഖിസ്ത്, നീതിയെ. ഖാമബി എന്ന് പറഞ്ഞാൽ നിലനിർത്തി. ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതി നിലനിർത്തുന്നവരായിരിക്കണം, നീതിമുറ പാലിക്കുന്നവരായിരിക്കണം. എങ്ങനെയാകണമെന്നോ? ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീതി. അപ്പോൾ നീതി പാലിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ സത്യവിശ്വാസിയുടെ ഒരു ഗുണമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തിയത്. നേരത്തെ നമ്മൾ ഈ തണൽ കിട്ടുന്നവരെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത് അള്ളാഹ് എണ്ണിയാരാ എന്നാണ്? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി വമാ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഒന്നാമത്തെ ആളാരാണെന്നോ? ഇമാമുൻ ആദിൽ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകർത്താവ്, ഇമാം. ജനങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ആള് അവനാണ് ആര്? ഇമാം. അപ്പോൾ നീതി പാലിക്കുന്ന ഇമാം. ഏറ്റെടുത്തവർ പറഞ്ഞാൽ പലത് നമ്മളിപ്പോൾ ഏറ്റെടുത്തിട്ടില്ലേ? നമ്മളെന്താ ഏറ്റെടുത്ത്? ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും കുടുംബനാഥന്മാരല്ലേ അല്ലേ? അവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും ആരാണ്? കുടുംബനാഥകളാണ്. ഇവിടെ ഉള്ളവർക്ക് രാജാക്കന്മാരാണെങ്കിൽ അവിടെയൊക്കെ ഉള്ളവരാരാണ്? രാജ്ഞിമാരാണ്. കുടുംബത്തിലെ രാജ്ഞിമാരാണ്. റേഷൻ കാർഡ് വരെ അവരെ ഫോട്ടോ ഒട്ടിച്ചവരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോ പതിവുണ്ട്. റായിയത്താണ്, റായിയാണ്, മസ്ഊലാണ്, അതേപോലെ തന്നെ മസ്ഊലത്താണ്. ചോദ്യം ചെയ്യപ്പെടും, ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരാണ്. അവരിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നീതി, കുടുംബത്തിൽ നീതി പാലിക്കണം. അതാ റസൂൽ പറഞ്ഞത്, ഇഅ്ദിലു ബൈന അബ്നായിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ കഴിയണം. ആരെങ്കിലും വിരുന്നാർ വരുമ്പോൾ വരെ അല്ലേ, നീ എല്ലാവർക്കും നീ അത് കൊടുത്തോ എന്ന് ചോദിച്ചില്ലേ കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഈത്തപ്പഴം ഇങ്ങനെ പകുത്തിട്ട് ഇങ്ങനെ ആണ് കൊടുത്തത്. വന്നപ്പോൾ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിൽ വരെ എന്ത് നീതി, ഒരേ സമയത്ത് കൊടുക്കുമ്പോൾ കേട്ടോ. മറ്റേത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും? വ്യത്യാസം. അപ്പം അത്ര നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് നീതി. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിലായിരിക്കണം. കണിശമായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നീതി പാലിക്കണം എന്നാണ്. നീതി പാലിക്കുന്നവരാകണം നിങ്ങൾ. കൂനൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരാകണം നിങ്ങളെന്നാണ് പറയുന്നത്. ഇനി അത് ചിലപ്പോൾ നമുക്കെതിരിൽ തന്നെ നീതിയുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും. അതാ പറയുന്നത്, വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരിലാണെങ്കിലും കേട്ടോ. ഒരു വിഷയത്തിൽ നീതി നടപ്പിലാക്കിയപ്പോൾ അത് ആർക്കെതിരാ വരുന്നത്? നമുക്കെതിരാ വരുന്നത്. അതിൽ മായം ചേർക്കാൻ പാടുണ്ടോ?
അത് നിങ്ങൾക്കെതിരിലാണെങ്കിലും ഏതിൻ്റെ പക്ഷത്ത് നിൽക്കണം? നീതിയുടെ പക്ഷത്ത് നിൽക്കണം. അപ്പോൾ ഇവിടെ എന്താ? വ്യക്തി താല്പര്യമല്ല നോക്കേണ്ടത്, കുടുംബ താല്പര്യമല്ല നോക്കേണ്ടത്, സമുദായത്തിൻ്റെ താല്പര്യമല്ല നോക്കേണ്ടത്. എവിടെയാണോ നീതി, എവിടെയാണോ സത്യം, അവിടെയാണ് നിൽക്കേണ്ടത്. ഈ നീതിബോധത്തിലാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്നത്. പഠിച്ചോന്റെ നീതിയാണ്. പറഞ്ഞില്ലേ? അള്ളാഹു ഈ പ്രപഞ്ചത്തിനൊരു ബാലൻസ് വെച്ചിട്ടുണ്ട്. ബാലൻസ്. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ്. എല്ലാറ്റിനും ഒരു ബാലൻസ്. എല്ലാ സംഗതി എടുത്ത് പരിശോധിച്ച് നോക്കും, ബാലൻസ്ഡ് ആണ്. നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ. പുറത്ത് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലേ? ഇവിടെ ചുറ്റുവട്ടത്തും നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള സസ്യങ്ങളും ചെടികളും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള എന്താണ്? അവരുടെ ജീവവായു എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതൊരു ബാലൻസാണ്. അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കും. അതൊരു ബാലൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തകർക്കലാണെന്ത്? അനീതി. അത് തകർക്കൽ അനീതിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ കോടതിയുടെ ചിഹ്നമായിട്ട് മിക്കവാറും എല്ലായിടത്തും കാണുന്ന ഒരു സംഗതിയാണെന്ത്? ഇങ്ങനെ ഒരു ചുറ്റിക ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അതിൻ്റെ മുകളിൽ 2 ത്രാസ് ഉണ്ടാവും. അതാണ് മീസാൻ. എല്ലാ കോടതിയിലും അത് തന്നെയല്ലേ? ഒരു ത്രാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പഠിച്ചോൻ വെച്ച മീസാനെ എടുത്ത് നമ്മളെ കോടതി കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് അവിടെ നടക്കണമൊക്കെ അവിടെ നീതിയാണ് അല്ലേ? അവിടെ ന്യായമല്ല ബോധിപ്പിക്കേണ്ടത് അല്ലേ? ഓലെ എന്താ ബോധിപ്പിക്കണേ? അന്യായം ന്യായാണോ അന്യായാണോ? അത് വേറെ വിഷയമാണ്. അത് പോട്ടെ. ഏതായാലും പഠിച്ചു നമ്മളോട് പറഞ്ഞത് എന്ത് ചെയ്യണം? നിങ്ങൾ നീതി പാലിക്കണം എന്നാണ്. അത് നിങ്ങൾക്കെതിരിലാണെങ്കിലും അവിൽ വാലിദൈ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലാണെങ്കിലും നിങ്ങൾ ഏതിൻ്റെ പക്ഷത്ത് നിൽക്കണം? അപ്പോൾ കുടുംബ താല്പര്യം നോക്കാൻ പറ്റുമോ? ഇല്ല. സിലത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് മാതാപിതാക്കൾക്ക് കാര്യങ്ങൾ നേടിക്കൊടുക്കലല്ല. നീതിയുടെ പക്ഷത്ത് നിന്ന് മാതാപിതാക്കൾക്ക് അന്യായമായി ഒരു സംഗതി കിട്ടാതിരിക്കാൻ ശ്രമിക്കലാണെന്ത്? സിലത്തുർ റഹ്മ. മാതാപിതാക്കളോടുള്ള ബന്ധം ചേർക്കൽ. അതാണ് എന്നാണ്. കാരണം അതാണ് പഠിച്ചവന് ഇഷ്ടമുള്ളത്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് അത് നീതിപൂർവകമായി തീരുന്നത്. വലോ അല അൻഫുസിക്കും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് നമ്മുടെ അടുത്ത ആളാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ പ്രാർത്ഥിക്കാരനാണ്, എൻ്റെ അയലോക്കക്കാരനാണ്, മൂപ്പരെൻ്റെ ഗ്രൂപ്പാണ്. അവിടെയല്ല. ഏതിൻ്റെ ഭാഗത്ത് നിൽക്കണം? നമ്മൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരിലാണെങ്കിലും മാതാപിതാക്കൾക്കെതിരിലാണെങ്കിലും നിങ്ങൾക്ക് തന്നെ എതിരിലാണെങ്കിലും കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. അത് എങ്ങനെയാകണം? ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ടായിരിക്കണം ഇത് നിങ്ങൾ നിർവഹിക്കും. ഇവിടെ മനുഷ്യന്മാർ നോക്കി നിങ്ങൾ, ഇവിടെയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ തെറ്റുകളും അബദ്ധങ്ങളും പറ്റുന്നത്. ഇവിടെ സ്വാർത്ഥതകൾ കടന്നു വരുന്നു, സ്വന്തം താല്പര്യങ്ങൾ കടന്നു വരുന്നു, സ്വന്തം അഭിലാഷങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു, സ്വന്തം അഭീഷ്ടങ്ങളെ പരിഗണിക്കുന്നു. ആരെ മാത്രം ഒഴിവാക്കുന്നു? അള്ളാഹിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. നീതി പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇനി നോക്കൂ, അവനാണ് എങ്കിൽ, ആരാണ് എങ്കിൽ? അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കക്ഷി, ഒരു കേസിലെ കക്ഷി കേട്ടോ. അവനാണ്. അവനാണ് എങ്കിൽ ധനികനാണെങ്കിൽ, ഔ ഫക്കീറൻ അല്ലെങ്കിൽ ദരിദ്രനാണെങ്കിൽ,
അപ്പോൾ ധനികനായതുകൊണ്ട് അവന് നീതിയൊന്നും ഇപ്പോൾ കൊടുക്കേണ്ടതില്ല, ആ ഫക്കീറിൻ്റെ കൂടെ നിൽക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ആ ഫക്കീറിനെ ഇപ്പോൾ പരിഗണിക്കാനുണ്ടായില്ല, ധനികൻ്റെ കൂടെ എന്നാലേ നമുക്ക് കാര്യമുള്ളൂ, അതുകൊണ്ട് അവന് അനുകൂലമായി വിധിക്കാം. അത് പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും നിങ്ങളെക്കാൾ അവരോട് ഏറ്റവും കടപ്പെട്ടവൻ ആരാണ്? ബന്ധപ്പെട്ടവൻ ആരാണ്? അള്ളയാണ്. നിങ്ങൾ അവരല്ല നോക്കേണ്ടത്, അള്ളാഹ് പറഞ്ഞതാണ് നോക്കേണ്ടത്. ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. അള്ളാഹു ആകുന്നു അവരോട് രണ്ടുപേരോടും ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതാണ്. ഇമാം ഇബ്നു ജരീറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി വന്നത്, അന്ന റജുലൈനി ഫഖീറൻ വ ഗനിയൻ ഇഖ്തസമ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനികനും ദരിദ്രനുമായ രണ്ടാളുകൾ വന്ന് നബിൻ്റെ അരികിലേക്ക് അവരുടെ ഒരു കേസിൽ ഇങ്ങനെ പരസ്പരം തർക്കിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിങ്ങനെ ചായ്ഞ്ഞു പോകുന്നത് ആരുടെ അരികിലേക്കാണെന്നോ? സാധുവായി വന്ന അയാളാണ്. അയാൾ ഫഖീറിനോടുള്ളൊരു മാനസികമായ അടുപ്പം നബിക്ക് ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഇങ്ങനെ തോന്നുകയാണ്, ഏതായാലും ഇത്ര വലിയൊരു ധനികനായ ഒരാളെ ഈ സാധു എന്ത് ചെയ്യൂല, എന്തായാലും പറ്റിക്കലുണ്ടാവില്ല എന്ന രീതിയിൽ വന്നപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅബല്ലാഹു ഇല്ലാ യഖൂമ ബിൽ ഖിസ്തി ഫിൽ ഗനി വൽ ഫഖീർ. ഈ ഗനിയിൻ്റെയും ഫക്കീറിൻ്റെയും ഇടയിൽ നീതിയോടുകൂടി തന്നെ വിധി കൽപ്പിക്കണം എന്ന ബോധ്യം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരായത്ത് കൂടിയാണ് ഇത് എന്നതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽ അദ്ൽ മീസാനുല്ലാഹി ഫിൽ അർളി വസ്സമാവാത്ത്. ആകാശഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച മീസാനാകുന്നു എന്ത്? അദ്ൽ എന്നുള്ളത്. അപ്പോൾ ഈ നീതിബോധം കൊണ്ടാണ് നമ്മൾ ആദരിക്കപ്പെടേണ്ടത്, അല്ലേ? നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടത്, നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ ദീനിന് തന്നെ കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകേണ്ടത് എന്തിലൂടെയാണ്? നമ്മൾ കാണിക്കുന്ന നീതിബോധത്തിലൂടെയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പ്രാവർത്തികമായി കാണിച്ചു തന്നു. ഒരിക്കൽ മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശി തറവാട്ടിലുള്ള മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ എന്ത് ചെയ്തു? മോഷണം നടത്തി. അത് കുടുംബക്കാർക്കൊക്കെ വലിയ പേര് ദോഷം ഉണ്ടാക്കി. അങ്ങനെയല്ലേ? ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളൊരു തെറ്റ് ചെയ്യുമ്പം അതിൻ്റെ പേര് ദോഷം ആരൊക്കെ ബാധിക്കും? ആ കുടുംബക്കാരൊക്കെ തല താഴ്ത്തിയേ പിന്നെ നടക്കുള്ളൂ. അത് നമുക്ക് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടാക്കിയല്ലോ. അവർ ഇങ്ങനെ മോഷണം നടത്തിയപ്പോൾ അപ്പോൾ ഇനി അവർക്കെതിരിൽ ഒരു വിധി വരാതിരിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യണം. എങ്ങനെയെങ്കിലും ആരെ കഴിച്ചിലാക്കണം? മഖ്സൂം ഗോത്രക്കാരിയായ സ്ത്രീയെ അതിൽ നിന്ന് കഴിച്ചിലാക്കണം. അവർക്കെതിരിലൊരു തീരുമാനമോ ശിക്ഷാ നടപടിയോ എടുക്കാതിരിക്കാൻ ആരാ അപ്പം അതിന് പറ്റിയ ഒരാൾ? അവരിങ്ങനെ അന്വേഷിച്ചെടുക്കണം. എന്തിന്? റെക്കമെൻഡിന്. ആരുടേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ കണ്ടെത്തിയ ആൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടഭാജനമായ ഉസാമത്ത് ബിൻ സൈദിനെയാണ്. ഉസാമൻ്റെ അരികിൽ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരു കുടുംബ പ്രശ്നമാണ്, നിങ്ങൾ റസൂലിനോടൊന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് എതിരിൽ എന്ത് ചെയ്യരുത്, വിധിക്കരുത്, നമ്മളെ മാനം കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശഫാഅത്തിന് വേണ്ടി ചെന്നു. ഉസാമ എന്ന് നബിനോട് ഇങ്ങനെ പറഞ്ഞും ചെയ്തു, നബി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ കുടുംബത്തിന് ഇതിലൊന്ന് പോലെ മാനം കാക്കാൻ പറ്റുമോ, ഓലൊന്ന് കഴിച്ചിലാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത്തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകളുടെ കാര്യത്തിലാണോ നീ എൻ്റെ അരികിലേക്ക് ശുപാർശയുമായി വന്നിട്ടുള്ളത്? ആരോട്? ഉസാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ നബി എന്ത് ചെയ്തു? സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ നബി ചെയ്യാറുള്ളത് പോലെ മസ്ജിദുൽ നബവിയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി
നബി ഹംദും സ്വലാത്തും ചൊല്ലി അവരോട് ഇതിൻ്റെ കാര്യം ഗൗരവം ബോധ്യപ്പെടുത്തി. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്നോ, അവരിൽ ശ്രേഷ്ഠനായ ഒരാള് അന്നഹും ഇദാ സറഖ ഫീഹിമുശ് ശരീഫു തറകൂഹു, മാന്യനായ വലിയ തറവാടിയായ ഒരാൾ അവരുടെ കൂട്ടത്തിൽ മോഷണം നടത്തിയാൽ നടപടിയെടുക്കാതെ ശിക്ഷ കൊടുക്കാതെ അവരെന്ത് ചെയ്യും? ഒഴിവാക്കും. വൈദാ സറഖ ഫീഹിം ലഈഫ്, ഏതെങ്കിലും ഒരു സാധു, ഒരു ദുർബലനായ ഒരാൾ മോഷണം നടത്തിയാലോ അഖാമു അലൈഹിൽ ഹദ്ദ, അവർ ശിക്ഷ നടപ്പാക്കും. അങ്ങനെ നീതിയെ അവഗണിച്ചതിനാലാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത്. റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണോ? വഅയ്മുല്ലാ, അല്ലാഹുവാണേ സത്യം, ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് സറഖത്ത്, മോഷണം നടത്തിയതെങ്കിൽ ലഖതഅതു യദഹാ, അവളുടെ കൈ ഞാൻ മുറിക്കും. ഈ കാര്യത്തിൽ ശുപാർശ പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാളോട് വെറുപ്പുണ്ടാകുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അനിഷ്ടമുണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എങ്കിൽ, അവരെ അവഗണിക്കണമെന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ആയാൽ പോലും അവരോടുള്ള വിദ്വേഷമോ വെറുപ്പോ അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ, പിന്നെന്ത് വേണം? നിങ്ങൾ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ, നിങ്ങൾ നീതി പാലിക്കണം, അതാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത വഴി, മാർഗം. അപ്പോൾ തഖ്വയിലേക്ക് അടുത്ത വഴിയാകുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് സൂറ അൻആമിലെ 152-ാമത്തെ ആയത്തിൽ അനാഥകളുടെ കാര്യം, സ്ത്രീകൾക്ക് കൊടുക്കേണ്ട കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, വൈദാ ഖുൽതും ഫഅദിലൂ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വരെ എന്ത് വേണം? നീതി പാലിക്കണം. സംസാരത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 10 മിനിറ്റ് അവിടെ, 10 മിനിറ്റ് ഇവിടെ. നീ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരത്തിൽ പോലും നിങ്ങൾ നീതി പാലിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ, നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകരുത്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിഷ്ടം, ദേഹേച്ഛ. അപ്പോൾ നമ്മുടെ ഇച്ഛകളോ ഇഷ്ടങ്ങളോ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. ഫലാ തത്തബിഉൽ ഹവ, ഹവയെ നിങ്ങൾ ഇത്തിബാ ചെയ്യരുത്. വഇൻ തൽവൂ, നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, വഇൻ തൽവൂ, പിന്നെന്താ? ഔ തുഅരിദു, വഇൻ ലവാ യൽവു, അതിൽ നിന്നാണ് എന്ത്? തൽവു. വഇൻ തൽവു അറള യഅരിദു, അതിൽ നിന്നാണ് തുഅരിദു. വഇൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ അതിനെ വളച്ചൊടിക്കുകയാണെങ്കിൽ, ലവാ യൽവു എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചു, സത്യത്തെയും നീതിയെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമാട്ടി വളച്ചൊടിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമായിക്കൊണ്ടാണ് അദ്ലിനെ, നീതിയെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിൽ, ജനങ്ങളുമായുള്ള നമ്മുടെ എല്ലാ ഇടപഴകലുകളിലും, നമ്മുടെ സംസാരങ്ങളിൽ വരെ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മക്കളോട്,
നമ്മുടെ സഹധർമ്മിണികളോട്, നമ്മുടെ ജീവിത പങ്കാളികളോട്, എല്ലാം നമ്മുടെ അയൽപക്കക്കാരോട് ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിക്കൊണ്ടാണ് അള്ളാഹു അവസാനം നമ്മെ ഉണർത്തിയ ഈ മഹത്തായ തത്വം പഠിപ്പിച്ചു തരുന്നത്. അത് ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പറ്റിപ്പോകുന്ന, രഹസ്യമായും പരസ്യമായുമുള്ള ഞങ്ങളുടെ ചെയ്തികളിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണമേ. അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഗസയിൽ, അവിടെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളും സഹോദരികളും പിഞ്ചുമക്കൾ വരെ പട്ടിണി കിടന്ന് മരണപ്പെടുകയാണ്. ലോകം അത് നോക്കിക്കാണുകയാണ് നിസ്സംഗമായി. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ പ്രാർത്ഥനയാകുന്ന ശക്തമായ വജ്രായുധം മാത്രമാണുള്ളത്. അവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്നൊരു കരകയറ്റം നൽകി, അവർക്ക് ആശ്വാസം നൽകി, സമാധാനം നൽകി, ജീവിതത്തിൽ ധന്യത നൽകി, അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم انصر إخواننا المستضعفين من الرجال والنساء والبلدان في غزة وفي فلسطين. اللهم انصرهم اللهم دمر أعداءك أعداء الدين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.